സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറയണ പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പറയാം. ഇപ്പോൾ നമ്മൾ പറയില്ലേ, അവൻ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെയാണെന്ന്. ഹി വാസ് ബോൺ ലൈക്ക് ദാറ്റ്. അവൻ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ്. ഹി വാസ് ബോൺ ലൈക്ക് ദാറ്റ്. അവൻ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ്. ഹി വാസ് ബോൺ ലൈക്ക് ദാറ്റ്. അവൻ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ്. അവൻ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെയാണെന്ന് എങ്ങനെ പറയാം? ഹി വാസ് ബോൺ ലൈക്ക് ദാറ്റ്. അവൻ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ്. ഇന്നലെയായിരുന്നു ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ അവസാന തീയതി എന്ന് എങ്ങനെ പറയാം? യെസ്റ്റർഡേ വാസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ദ ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെയായിരുന്നു. യെസ്റ്റർഡേ വാസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ദ ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി കറണ്ട് ബില്ലിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെയായിരുന്നു. യെസ്റ്റർഡേ വാസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ദ ഇലക്ട്രിസിറ്റി ബിൽ. ഇന്നലെയായിരുന്നു ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ അവസാന തീയതി. ഇന്നലെയായിരുന്നു ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ അവസാന തീയതി. യെസ്റ്റർഡേ വാസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ദ ഇലക്ട്രിസിറ്റി ബിൽ. ഇന്നലെയായിരുന്നു ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ അവസാന തീയതി. എല്ലാവരെയും വിളിച്ചറിയിച്ചു എന്ന് എങ്ങനെ പറയാ? ദേ കോൾഡ് എവരി വൺ ആൻഡ് ഇൻഫോംഡ് ദം. അവർ എല്ലാവരെയും വിളിച്ച് വിവരമറിയിച്ചു. ദേ കോൾഡ് എവരി വൺ ആൻഡ് ഇൻഫോംഡ് ദം. അവർ എല്ലാവരെയും വിളിച്ച് വിവരമറിയിച്ചു. ദേ കോൾഡ് എവരി വൺ ആൻഡ് ഇൻഫോംഡ് ദം. അവർ എല്ലാവരെയും വിളിച്ച് വിവരമറിയിച്ചു. ബില്ല് കിട്ടാതെ എൻ്റെ പരാതി ഞാൻ അവരോട് പറഞ്ഞു എന്നെങ്ങനെ പറയാം? ഐ കംപ്ലൈൻ ടു ദം എബൌട്ട് നോട്ട് റിസീവിങ് ദ ബിൽ. ബില്ല് കിട്ടാത്തതിൻ്റെ പരാതി ഞാൻ അവരോട് പറഞ്ഞു. ഐ കംപ്ലൈൻ ടു ദം എബൌട്ട് നോട്ട് റിസീവിങ് ദ ബിൽ. ബില്ല് കിട്ടാത്തതിൻ്റെ പരാതി ഞാൻ അവരോട് പറഞ്ഞു. I complained to them about not receiving the bill. ബില്ല് കിട്ടാത്തതിൻ്റെ പരാതി ഞാൻ അവരോട് പറഞ്ഞു. I complained to them about not receiving the bill. ബില്ല് കിട്ടാത്തതിൻ്റെ പരാതി ഞാൻ അവരോട് പറഞ്ഞു. I complained to them about not receiving the bill. ബില്ല് കിട്ടാത്തതിൻ്റെ പരാതി ഞാൻ അവരോട് പറഞ്ഞു. കുറവുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ദർ വാസ് ലിറ്റിൽ റെയിൻ യെസ്റ്റർഡേ. ഇന്നലെ മഴ കുറവുണ്ടായിരുന്നു. 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 തിരക്ക് കുറവുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ദ ബസ് വാസ് ലെസ് ക്രൗഡഡ്. ബസ്സിൽ തിരക്ക് കുറവായിരുന്നു. 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 അടച്ചു വരുമ്പോൾ ഞാനൊരു സഹപാഠിയെ കണ്ടു എന്നെങ്ങനെ പറയാം? വൈൽ പേയിങ് ദ ബിൽ ഐ മെറ്റ് എ ക്ലാസ്മേറ്റ്. ബില്ലടച്ചു വരുമ്പോൾ ഞാനൊരു സഹപാഠിയെ കണ്ടു. വൈൽ പേയിങ് ദ ബിൽ ഐ മെറ്റ് എ ക്ലാസ്മേറ്റ്. ബില്ലടച്ചു വരുമ്പോൾ ഞാനൊരു സഹപാഠിയെ കണ്ടു. വൈൽ പേയിങ് ദ ബിൽ ഐ മെറ്റ് എ ക്ലാസ്മേറ്റ്. ബില്ലടച്ചു വരുമ്പോൾ ഞാനൊരു സഹപാഠിയെ കണ്ടു. വൈൽ പേയിങ് ദ ബിൽ ഐ മെറ്റ് എ ക്ലാസ്മേറ്റ്. ബില്ലടച്ചു വരുമ്പോൾ ഞാനൊരു സഹപാഠിയെ കണ്ടു. കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നങ്ങനെ പറയാം? ഐ വാസ് ഷോക്ക്ഡ് വെൻ ഐ സോ ഇറ്റ് അൺഎക്സ്പെക്റ്റ്ലി. അവിചാരിതമായി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഐ വാസ് ഷോക്ക്ഡ് വെൻ ഐ സോ ഇറ്റ് അൺഎക്സ്പെക്റ്റ്ലി. അവിചാരിതമായി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഐ വാസ് ഷോക്ക്ഡ് വെൻ ഐ സോ ഇറ്റ് അൺഎക്സ്പെക്റ്റ്ലി. അവിചാരിതമായി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി.
വിചാരിതമായി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നെങ്ങനെ പറയാം? ഐ വാസ് ഷോക്ക്ഡ് വെൻ ഐ സോ ഇറ്റ് അൺഎക്സ്പെക്റ്റ്ലി. അവിചാരിതമായി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഐ വാസ് ഷോക്ക്ഡ് വെൻ ഐ സോ ഇറ്റ് അൺഎക്സ്പെക്റ്റ്ലി. അവിചാരിതമായി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഐ വാസ് ഷോക്ക്ഡ് വെൻ ഐ സോ ഇറ്റ് അൺഎക്സ്പെക്റ്റ്ലി. അവിചാരിതമായി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഐ വാസ് ഷോക്ക്ഡ് വെൻ ഐ സോ ഇറ്റ് അൺഎക്സ്പെക്റ്റ്ലി. അവിചാരിതമായി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കുറച്ചു നേരം സംസാരിച്ച് ഞങ്ങൾ പോയി എന്നെങ്ങനെ പറയാം? വി ടോക്ക്ഡ് ഫോർ എ വൈൽ ആൻഡ് ലെഫ്റ്റ്. കുറച്ചു നേരം സംസാരിച്ച് ഞങ്ങൾ പോയി. വി ടോക്ക്ഡ് ഫോർ എ വൈൽ ആൻഡ് ലെഫ്റ്റ്. കുറച്ചു നേരം സംസാരിച്ച് ഞങ്ങൾ പോയി. വി ടോക്ക്ഡ് ഫോർ എ വൈൽ ആൻഡ് ലെഫ്റ്റ്. കുറച്ചു നേരം സംസാരിച്ച് ഞങ്ങൾ പോയി. വി ടോക്ക്ഡ് ഫോർ എ വൈൽ ആൻഡ് ലെഫ്റ്റ്. കുറച്ചു നേരം സംസാരിച്ച് ഞങ്ങൾ പോയി. വി ടോക്ക്ഡ് ഫോർ എ വൈൽ ആൻഡ് ലെഫ്റ്റ്. കുറച്ചു നേരം സംസാരിച്ച് ഞങ്ങൾ പോയി. അപ്പോൾ മേടിക്കാൻ തോന്നി എന്നെങ്ങനെ പറയാം? വെൻ ഐ സോ ദ ഫിഷ് ഐ ഫെൽറ്റ് ലൈക്ക് ബൈയിങ് ഇറ്റ്. മീൻ കണ്ടപ്പോൾ വാങ്ങാൻ തോന്നി. മേടിക്കാൻ തോന്നി എന്നെങ്ങനെ പറയാം? വെൻ ഐ സോ ദ ഫിഷ് ഐ ഫെൽറ്റ് ലൈക്ക് ബൈയിങ് ഇറ്റ്. മീൻ കണ്ടപ്പോൾ മേടിക്കാൻ തോന്നി. വെൻ ഐ സോ ദ ഫിഷ് ഐ ഫെൽറ്റ് ലൈക്ക് ബൈയിങ് ഇറ്റ്. മീൻ കണ്ടപ്പോൾ മേടിക്കാൻ തോന്നി. വെൻ ഐ സോ ദ ഫിഷ് ഐ ഫെൽറ്റ് ലൈക്ക് ബൈയിങ് ഇറ്റ്. മീൻ കണ്ടപ്പോൾ മേടിക്കാൻ തോന്നി. വെൻ ഐ സോ ദ ഫിഷ് ഐ ഫെൽറ്റ് ലൈക്ക് ബൈയിങ് ഇറ്റ്. മീൻ കണ്ടപ്പോൾ മേടിക്കാൻ തോന്നി. കൊണ്ട് വാങ്ങാൻ തോന്നിയില്ല എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ബൈയിങ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ കെമിക്കൽ ആഡഡ്. കെമിക്കൽ ചേർക്കുന്നതുകൊണ്ട് വാങ്ങാൻ തോന്നിയില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ബൈയിങ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ കെമിക്കൽ ആഡഡ്. കെമിക്കൽ ചേർക്കുന്നതുകൊണ്ട് വാങ്ങാൻ തോന്നിയില്ല. ചേർക്കുന്നതുകൊണ്ട് വാങ്ങാൻ തോന്നിയില്ല എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ബൈയിങ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ കെമിക്കൽ ആഡഡ്. കെമിക്കൽ ചേർക്കുന്നതുകൊണ്ട് വാങ്ങാൻ തോന്നിയില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ബൈയിങ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ കെമിക്കൽ ആഡഡ്. കെമിക്കൽ ചേർക്കുന്നതുകൊണ്ട് വാങ്ങാൻ തോന്നിയില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ബൈയിങ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ കെമിക്കൽ ആഡഡ്. കെമിക്കൽ ചേർക്കുന്നതുകൊണ്ട് വാങ്ങാൻ തോന്നിയില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ബൈയിങ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ കെമിക്കൽ ആഡഡ്. കെമിക്കൽ ചേർക്കുന്നതുകൊണ്ട് വാങ്ങാൻ തോന്നിയില്ല. വളരെ തിരക്കുള്ള ദിവസമായിരുന്നു എന്നെങ്ങനെ പറയാം? യെസ്റ്റർഡേ വാസ് എ വെരി ബിസി ഡേ. ഇന്നലെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. യെസ്റ്റർഡേ വാസ് എ വെരി ബിസി ഡേ. ഇന്നലെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. യെസ്റ്റർഡേ വാസ് എ വെരി ബിസി ഡേ. ഇന്നലെ വളരെ തിരക്കുള്ള ദിവസമായിരുന്നു. യെസ്റ്റർഡേ വാസ് എ വെരി ബിസി ഡേ. ഇന്നലെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. മടിക്കാതെ പറഞ്ഞോളൂ എന്നെങ്ങനെ പറയാം? ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ടെൽ മീ. മടിക്കാതെ പറഞ്ഞോളൂ. 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 ദുഃഖിക്കാതിരിക്കൂ എന്നെങ്ങനെ പറയാം? ഡോണ്ട് ബി സാഡ്. ദുഃഖിക്കാതിരിക്കൂ. 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 ഞാനുണ്ട് കൂടെ എന്നെങ്ങനെ പറയാം? ഡോണ്ട് ബി അഫ്രൈഡ് ഐ ആം വിത്ത് യു. പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഡോണ്ട് ബി അഫ്രൈഡ് ഐ ആം വിത്ത് യു. പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഡോണ്ട് ബി അഫ്രൈഡ് ഐ ആം വിത്ത് യു. പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഡോണ്ട് ബി അഫ്രൈഡ് ഐ ആം വിത്ത് യു. പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഡോണ്ട് ബി അഫ്രൈഡ് ഐ ആം വിത്ത് യു. പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. കാര്യമൊന്നുമില്ല എന്നെങ്ങനെ പറയാം? ദർ ഈസ് നത്തിങ് ടു വറി അബൌട്ട്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ദർ ഈസ് നത്തിങ് ടു വറി അബൌട്ട്.
വിഷമിക്കാനുള്ള കാര്യമൊന്നുമില്ല. ദർ ഈസ് നത്തിങ് ടു വറി അബൌട്ട്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ദർ ഈസ് നത്തിങ് ടു വറി അബൌട്ട്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യമില്ലാതെ വിഷമിക്കുകയാണ് എന്നെങ്ങനെ പറയാം? യു ആർ വറിയിങ് അൺനെസസറി. നിങ്ങൾ കാര്യമില്ലാതെയാണ് വിഷമിക്കുന്നത്. യു ആർ വറിയിങ് അൺനെസസറി. നിങ്ങൾ കാര്യമില്ലാതെയാണ് വിഷമിക്കുന്നത്. യു ആർ വറിയിങ് അൺനെസസറി. നിങ്ങൾ കാര്യമില്ലാതെയാണ് വിഷമിക്കുന്നത്. യു ആർ വറിയിങ് അൺനെസസറിലി. നിങ്ങൾ കാര്യമില്ലാതെയാണ് വിഷമിക്കുന്നത്. ഭയക്കേണ്ട കാര്യമില്ല എന്നെങ്ങനെ പറയാം? ദർ ഈസ് നത്തിങ് ടു ബി അഫ്രൈഡ്. ഭയക്കേണ്ട കാര്യമില്ല. 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 വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ആം ഷുവർ യു വിൽ സക്സീഡ്. നിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. ഐ ആം ഷുവർ യു വിൽ സക്സീഡ്. നിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. ഐ ആം ഷുവർ യു വിൽ സക്സീഡ്. നിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. ഐ ആം ഷുവർ യു വിൽ സക്സീഡ്. നിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. ശരിയായ മാർഗത്തിലാണെന്ന് എങ്ങനെ പറയാം? യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ശരിയായ മാർഗത്തിലാണ്. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ശരിയായ മാർഗത്തിലാണ്. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ശരിയായ മാർഗത്തിലാണ്. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ശരിയായ മാർഗത്തിലാണ്. മുന്നോട്ട് പോകുമെന്ന് എങ്ങനെ പറയാം? ബി കെയർഫുൾ ആൻഡ് മൂവ് ഫോർവേഡ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകൂ. 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 പുറകിലുണ്ട് എന്നെങ്ങനെ പറയാം? വി ആർ ബിഹൈൻഡ് യു. ഞങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട്. വി ആർ ബിഹൈൻഡ് യു. ഞങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട്. വി ആർ ബിഹൈൻഡ് യു. ഞങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട്. വി ആർ ബിഹൈൻഡ് യു. ഞങ്ങൾ നിങ്ങളുടെ പുറകിൽ ഉണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നെങ്ങനെ പറയാം? വി വിൽ ബി വിത്ത് യു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വി വിൽ ബി വിത്ത് യു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വി വിൽ ബി വിത്ത് യു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വി വിൽ ബി വിത്ത് യു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതിനെപ്പറ്റി അഭിമാനം ഉണ്ട് എന്നെങ്ങനെ പറയാം? ഐ ആം പ്രൗഡ് ഓഫ് യു. എനിക്ക് ഇതിനെപ്പറ്റി അഭിമാനം ഉണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു. എനിക്ക് നിന്നെപ്പറ്റി അഭിമാനം ഉണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു. എനിക്ക് നിന്നെപ്പറ്റി അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു. എനിക്ക് നിന്നെപ്പറ്റി അഭിമാനം ഉണ്ട്. എത്ര ഔൺസ് ഉണ്ട് എന്നെങ്ങനെ ചോദിക്കുക? ഹൗ മെനി ഔൺസ് ഇൻ എ കപ്പ്. ഒരു കപ്പിൽ എത്ര ഔൺസ് ഉണ്ട്? ഹൗ മെനി ഔൺസ് ഇൻ എ കപ്പ്. ഒരു കപ്പിൽ എത്ര ഔൺസ് ഉണ്ട്? ഹൗ മെനി ഔൺസ് ഇൻ എ കപ്പ്. ഒരു കപ്പിൽ എത്ര ഔൺസ് ഉണ്ട്? ഹൗ മെനി ഔൺസ് ഇൻ എ കപ്പ്. ഒരു കപ്പിൽ എത്ര ഔൺസ് ഉണ്ട്? ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എപ്പിസോഡ് കാണുക. അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.